അടുത്തിടെ ബോച്ചെ പറഞ്ഞ കാര്യം തെറ്റാണെന്നും അതിന്റെ കൂടെ ഹണി റോസ് കൂടെ വിമർശിക്കപ്പെടണം എന്നും രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നു. തനിക്ക് നീതി കിട്ടാൻ വേണ്ടി നിയമയുദ്ധത്തിന് ഇറങ്ങി തിരിച്ച ഒരു സ്ത്രീയെ സമൂഹത്തിന് മുന്നിൽ ചോദ്യചിഹ്നമാക്കി മാറ്റിയതിൽ എപ്പോഴെങ്കിലും താങ്കൾക്ക് റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ? രണ്ട് കാര്യങ്ങൾ. 100% നമ്മുടെ ഹണി റോസ് ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഇല്ലാതാക്കാനുള്ള, അത് ശരിയല്ല എന്ന് പറയാനുള്ള നിലപാടിന് പൂർണ്ണമായും പിന്തുണ, യോജിപ്പ്. അത് എന്തുകൊണ്ടാണെന്നും കൂടെ പറയാം. ചുമ്മാ ഭംഗിക്ക് വേണ്ടി പറയുന്നതല്ലെന്ന് മനസ്സിലാകാനാ. ഏതെങ്കിലും മോശം വാക്ക്, ഞാൻ ആ വാക്ക് പറയുന്നില്ല, ആ വാക്ക് വെച്ച് ഹണി റോസിനെയോ മറ്റോ അഭിസംബോധന ചെയ്യുന്നത് പോപ്പുലർ ആകുകയാണെങ്കിൽ നമ്മുടെ കോളേജിലെ പിള്ളേർ എന്താ ചെയ്യുക? കൂടെ പഠിക്കുന്ന പെൺകുട്ടികളെ ഇതേപോലത്തുള്ള വാക്കുകൾ എടുത്ത് ഏതെങ്കിലും ശരീരഭാഗങ്ങളെ പരാമർശിക്കുന്ന രീതി പറയും. അത് സമൂഹത്തിലൊരു നെഗറ്റീവ് ട്രെൻഡ് ആകും. അതുകൊണ്ടാണ് എനിക്ക് വ്യക്തിപരമായ ബോച്ച ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ബോച്ചയുടെ ഒരുപാട് പരിപാടികൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. 100 കണക്കിന് ആൾക്കാർക്ക് പുള്ളി വീട് വെച്ച് കൊടുത്തു, 1000 ആൾക്കാർക്ക് ജോലി കൊടുത്തു, ലക്ഷക്കണക്കിന് ആൾക്കാരെ നമ്മുടെ രക്തദാനത്തിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ ഇതൊന്നുമല്ല ബോച്ച അവിടെ പറഞ്ഞത് ശരിയല്ല, അത് തെറ്റാണ്, ബോച്ച ഹണി റോസിനോട് മാപ്പ് പറയണമെന്ന് ആദ്യം TV പറഞ്ഞ ഒരു പക്ഷേ ഞാനാണ്. പക്ഷേ അതിന്റെ പേരിൽ പുള്ളി 3 വർഷം ജയിലിലിടുന്നത് ഡിസ്പ്രപ്പോർഷനേറ്റ് ആണ്. പറഞ്ഞത് തെറ്റാണ്. അവസാനം ആ സമീപനമാണ് കോടതി സ്വീകരിച്ചത്. ഇങ്ങനെ പറഞ്ഞ തെറ്റല്ലേ, ഇങ്ങനെയാണോ പറയേണ്ടതെന്ന് ചോദിച്ചു. അദ്ദേഹം രാമപിള്ള സാർ വഴി മാപ്പ് പറഞ്ഞു, അങ്ങനെയല്ല, തെറ്റിപ്പോയതാണ്, ഇനി ശ്രദ്ധിക്കാം. ഇങ്ങനെ ഒരു പ്രപ്പോർഷൻ വേണം. അതോടൊപ്പം ഞാൻ വളരെ ബഹുമാന പുരസ്സരം പറഞ്ഞു, ഹണി റോസ് വലിയ അഭിനേത്രിയാണ്, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യ തെലുങ്ക് സിനിമയിലൊക്കെ സൂപ്പർ സ്റ്റാറുകളുടെ നായികയായി വന്ന വ്യക്തിയാണ്. അവർ ഇനോഗ്രേഷനൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടി ഒരു എന്താ പറയുക, റെസ്പെക്ട്ഫുൾ ഡ്രസ്സ് വേണമെന്ന്. ഞാൻ ഈ ഹണി റോസിനെ മാത്രം പറയുന്നതിൽ ഒരു ഉദാഹരണമായിട്ട് നമ്മുടെ അമല പോൾ, ഇവിടുത്തെ സെന്റ് ആൽബർട്ട്സ്, ഇപ്പോൾ ഒരു കോൺട്രവേഴ്സി ഒരു പക്ഷേ ഇമേജ് ശ്രദ്ധിച്ചു കാണും. അതായത് ഭയങ്കര ലോ നെക്ക് ലൈനും ഭയങ്കര ഷോർട്ട് ഡ്രസ്സും ഇട്ട് പോകുമ്പോൾ അതൊരു പബ്ബിൽ പോകുന്ന ഡ്രസ്സാണ്. അതൊരു പബ്ബിലോ അല്ലെങ്കിൽ നൈറ്റ് ക്ലബിലോ പോകുന്ന, അങ്ങനെ പോകാൻ ആ ഡ്രസ്സിന് ഒരു തെറ്റുമില്ല. നേരെ തിരിച്ച് ഇനി അതിന്റെ സാഹചര്യം മനസ്സിലാക്കാൻ ഭയങ്കര ഉടുത്തുറങ്ങി കസവ് സാരി ഇട്ട് ഭയങ്കര ഭാരതീയ കേരളീയ മങ്കിയായിട്ട് ആരെങ്കിലും നൈറ്റ് ക്ലബിൽ പോയാൽ അവിടുത്തെ ആൾക്കാർ കൂവും. അതെന്തുകൊണ്ട്? ആ ഡ്രസ്സിന് മോശം ഉണ്ടായിട്ടല്ല, അത് സാഹചര്യത്തിന് തീരാത്ത ഡ്രസ്സാണ്. അപ്പൊ അമല പോൾ ആണെങ്കിലും ഹണി റോസ് ആണെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തേക്ക് വരുമ്പോൾ ആ സ്ഥലത്തിന്റെ, പ്രത്യേകിച്ച് ഇപ്പം പള്ളിയുടെ കോളേജാണത് എന്തായാലും, അപ്പൊ അവിടെ ഒക്കെ പോകുമ്പോൾ അതിനൊരു റെസ്പെക്ട്ഫുൾ ഡ്രസ്സ് വേണം. ഇതേ പറഞ്ഞുള്ളൂ, ഹണി റോസിന്റെ കാര്യത്തിലും ഇതേ റെസ്പെക്ട്ഫുൾ ഡ്രസ്സ്. സാരി എത്രയോ പേര് എടുക്കുന്നു. സോണിയാഗാന്ധിയും നമ്മുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമുവും ശൈലജ ടീച്ചറും അല്ലെങ്കിൽ സുഷമ സ്വരാജ് അടക്കം ഒരുപാട് പേര് എടുക്കുന്നു. പക്ഷേ ഈ ടിപ്പ് ബെർസ പാനിയിൽ രവീന ടണ്ടൻ ഉടുക്കുന്ന പോലത്തുള്ള സാരി അല്ലെങ്കിൽ ഉടുക്കുന്ന രീതിയിലെ സാരി ഒരു ഇനോഗ്രേഷൻ പരിപാടിക്ക് ഇട്ടുകൊണ്ട് വരുമ്പോൾ അതുണ്ടാക്കുന്ന നെഗറ്റീവ് കമന്റ്സ്, നെഗറ്റിവിറ്റി, ഫോട്ടോ, ക്യാമറ ആംഗിളുകളൊക്കെ വേറെയാണ്. അപ്പൊ സ്ത്രീ ശരീരത്തെ ഓവർ സെക്ഷലൈസ് ചെയ്യുന്ന, കമോഡിഫൈ ചെയ്യുന്ന, വസ്തുവൽക്കരിക്കുന്ന ഒരു ടെൻഡൻസി നമ്മുടെ നാട്ടിലുണ്ട്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വിൽക്കാൻ ബിക്കിനിട്ട പെൺകുട്ടികളെ കൊണ്ടുവന്നാണ് ഇവിടെ വിൽക്കാൻ ശ്രമിക്കുന്നത്. IPL ക്രിക്കറ്റിൽ 4 അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്രിക്കറ്റിന്റെ 4 അല്ല കാണിക്കുന്നത്, ഏറ്റവും കുട്ടിയുടുപ്പിടുന്ന സ്ത്രീകൾ വ്യത്യസ്ത മോശമായ ക്യാമറ ആംഗിളിൽ നിന്ന് വെച്ചെടുക്കുന്നതാണ്. അപ്പൊ ഇതിനൊരു ഒരു ലെവല് വേണം, ഒരു പരിധി വേണം, ഒരു ലിമിറ്റ് വേണം. ഇത് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഇതിന് ശേഷം ഹണി റോസ് എന്താണെന്നറിയില്ല, അവരാദ്യം പറഞ്ഞു അവരെന്നെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നു എന്ന് പറഞ്ഞു, ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാം. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉള്ളപ്പോഴാണ് ആ വിവാദം വന്നത്. അവരെനിക്കെതിരെ പരാതി കൊടുത്തു. ഞാൻ പറഞ്ഞു, ഹണി റോസ് എനിക്കെതിരെ പരാതി കൊടുത്തതുകൊണ്ട് 1 ഇഞ്ച് പോലും ഹണി റോസിനുള്ള വിമർശനം കൂടുകയുമില്ല, കുറയുകയില്ല. കാര്യം എന്നെ വിമർശിച്ചതുകൊണ്ടല്ല ഞാൻ ഹണി റോസിനെ വിമർശിക്കുന്നത്. ഇതൊരു വിമർശനമായിട്ട്, സോഷ്യൽ ഓഡിറ്റ് ആയിട്ട്, സാമൂഹിക ഫീഡ്ബാക്ക് ആയിട്ട് എടുത്താൽ മതി എന്ന് മാത്രമാണ്. അപ്പോൾ അതാണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഹണി റോസിന് ഒരു വിഷമമായി തോന്നുന്നെങ്കിൽ അവരുടെ വിഷമത്തോടൊപ്പം നിൽക്കുന്നു. പക്ഷെ അങ്ങനെ ഒരു വിമർശനം സമൂഹത്തിലുണ്ട്, എല്ലാവരുടെയും മനസ്സിലുണ്ട്. അത് വെളിയിൽ പറയാനേ പലർക്കും മടിയുള്ളൂ. എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഇപ്പൊ നമ്മുടെ ഒരു ഇനോഗ്രേഷൻ പരിപാടിക്ക് ഹണി റോസിനെ കുറിച്ച് പറയുന്നില്ല, അവർക്ക് വിഷമമുണ്ട്. ഞാൻ അമലാപ്പോളിന്റെ മറ്റൊരു എക്സാമ്പിൾ വെച്ച് പറയാം. നമ്മുടെ ഒരു പരിപാടിക്ക് ഇനോഗ്രേഷൻ, മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ പരിപാടിക്ക് ഏതെങ്കിലും വരുമ്പോൾ അമലാപ്പോൾ അന്ന് ഇതുപോലത്തെ ഒരു ഡ്രസ്സ് ഇട്ട് ഇനോഗ്രേഷനോ മറ്റു പരിപാടിക്കോ വന്നാൽ ഇവിടുത്തെ ആൾക്കാർ അൺകംഫർട്ടബിൾ ആകുന്നത് നമ്മുടെ കണ്ണിന്റെ കുഴപ്പം കൊണ്ടല്ല, അത് ആ സന്ദർഭത്തിനും സാഹചര്യത്തിനും യോജിക്കാത്തതാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ എല്ലാവർക്കും വേണമെന്നുള്ളത് മാത്രമാണ് വളരെ ഹംബിളായ സബ്മിഷൻ. ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേരെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു സെലിബ്രിറ്റീസ് ആയതുകൊണ്ട് ഇവരുടെ പേര് എടുത്തറിയുന്നു, അല്ലെങ്കിൽ ഇതുപോലെ ചർച്ച ചെയ്യപ്പെടുന്നു. ഇതേപോലെ സിറ്റുവേഷന് ആപ്റ്റ് ആയിട്ടല്ലാത്ത വേഷം കെട്ടി വരുന്ന വേറെ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും രാഹുൽ ഇതിനു മുന്നേ പ്രതികരിച്ചിട്ടുണ്ടോ? ഒരുപാട് പേര്, അത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും പ്രതികരിച്ചിട്ടുണ്ട്. അതായത് ഇപ്പൊ ഉദാഹരണം പറയാം, ഇപ്പൊ അമലാപ്പോളിന്റെ വിഷയത്തിലൊക്കെ ഞാൻ വിമർശനമൊക്കെ പറഞ്ഞത് ഇത്രയും വലിയ കോൺട്രവേഴ്സി ആയില്ല. ഇതിന്റെ പ്രശ്നമേ ഇപ്പം ഒരാൾ പറയുകയാണ്, ഈ ജൈനന്മാരെന്നൊരു വിഭാഗമുണ്ടല്ലോ, ബുദ്ധന്മാരും ജൈനന്മാരിൽ ദിഗംബരന്മാരെന്ന് പറഞ്ഞൊരു സന്യാസിയുണ്ട്. ദിഗംബരം എന്ന് പറഞ്ഞാൽ ദിക്കുകളാണ് അവരുടെ വസ്ത്രം എന്ന് പറയുന്ന. കുംഭമേളയിൽ ചില സന്യാസിമാര് പകുതി വസ്ത്രമോ വസ്ത്രമില്ലാതെയൊക്കെ പോകാറുണ്ട്. നാളെ ഞാൻ ഭയങ്കര വിശ്വാസിയാണ്, കുംഭമേള ഒരു സന്യാസിയിലെ ഈ കോളേജിലെ ഇനോഗ്രേഷൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ
എന്നിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങളൊക്കെ എന്താണിത്, കുംഭമേളയിലെ സന്യാസിയാണ്, നിങ്ങൾ ഇങ്ങോട്ട് നോക്കണ്ട, നിങ്ങൾ പെൺകുട്ടികളുടെ കണ്ണിന് തിമിരമാണ്, കുംഭമേളയിലെ സന്യാസിയായി കാണാൻ പഠിക്കൂ എന്നൊക്കെ പറഞ്ഞ ഒരു തെളിന് വേണ്ടി പറയാം, ഒരു ഗുമ്മിന് വേണ്ടി വേണമെങ്കിൽ അങ്ങനെ പറയാം, അത് നിങ്ങളുടെ കണ്ണിന്റെ കുഴപ്പമാണെന്ന്. പക്ഷെ അങ്ങനെ അല്ലല്ലോ. ചില മാന്യതകളും മര്യാദകളും ഒക്കെ എല്ലാ സമൂഹത്തിലും ഉണ്ട്. എന്നാ പെൺകുട്ടികളെല്ലാം ചാക്കിട്ട് നടക്കണമെന്നൊന്നും അല്ല. ഒരു ബാലൻസ് ഉണ്ട്. ഈ എക്സ്ട്രീംസിലേക്ക് പോകരുത്. നമ്മൾ ഒരു എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ എന്താ, കണ്ണുപോലും കാണാത്ത രീതിയിൽ അടച്ചിട്ട് പോകണം. അത് ഇംപ്രാക്ടിക്കലാണ്. പെൺകുട്ടികൾക്കും സ്വാതന്ത്ര്യവും ജീവിതവും ജോലിയും കരിയറും ഉണ്ട്. മറുഭാഗത്ത് മറ്റേ ലാസ് വെഗാസിലെ കസീനോയിലെ പെൺകുട്ടികൾ നിൽക്കുന്നത് പോലെ സമൂഹത്തിൽ നിൽക്കൂ എന്ന് പറഞ്ഞാൽ that becomes a problem. അത് സ്ത്രീകൾക്കും ദോഷമായി ബാധിക്കും. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തിനെ നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാൻ രാഹുൽ പറയണത്? രണ്ട് കാര്യങ്ങളാണ്. ഈ ക്വസ്റ്റ്യൻ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, എനിക്ക് റിഗ്രറ്റ് ഉണ്ടോ. 100% ഹണി റോസിനെ വിമർശിച്ചതിന് 0.01% പോലും എനിക്ക് റിഗ്രറ്റ് ഇല്ല. ഇനിയും വിമർശനം തുടരും, ഇനിയും സോഷ്യൽ ഓഡിറ്റ് തുടരും. പക്ഷേ ബഹുമാനമുള്ള ഭാഷയിൽ, റെസ്പെക്ട്ഫുൾ ലാംഗ്വേജിൽ, ഏറ്റവും നല്ല രീതിയിൽ. ഇതിന്റെ മറുവശമാണ് ഹണി റോസിനെ ഏറ്റവും മോശമായ രീതിയിൽ അബ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതാണ് ഇതിലെ പ്രശ്നം. ഹണി റോസിന് മാന്യത വേണമെന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് മാന്യത വേണം. അതായത് ഹണി റോസിന് ഏതെങ്കിലും രീതിയിൽ ഹണി റോസിന്റെ ഇത്തരം കാര്യങ്ങളിൽ എനിക്ക് വിമർശനം ഉണ്ടോന്ന് പറഞ്ഞാൽ അത് പറയാൻ എനിക്ക് അർഹത ഉണ്ടാവണമെങ്കിൽ എനിക്ക് മാന്യത വേണം. അല്ലാതെ ഹണി റോസിനെ ഏറ്റവും മോശകരമായി ആഭാസകരമായി ചിത്രീകരിച്ചിട്ട് ഹണി റോസ് നന്നാവണം പക്ഷെ ഞാൻ എന്തും പറയുമെന്നുള്ളത് അത് മെയിൽ ഷോവനിസമാണ്. അത് യഥാർത്ഥത്തിൽ ഒരുതരം ക്രൂരമായ മെയിൽ ഷോവനിസ്റ്റിക് പിഗ് എന്നൊക്കെ വിളിക്കുന്ന ഫെമിനിസ്റ്റുകൾ വിളിക്കുന്ന ഒരു സാധനമാണ്. തിരിച്ച് മെയിൽ ഷോവനിസത്തിന്റെ മറുപടി ഫീമെയിൽ ഷോവനിസവും അല്ല. ഇവിടെയാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രശ്നം. നമ്മുടെ രാജ്യത്തിന്റെ കൃത്യം പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ കളരിയുടെ പുറത്ത് അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത്. ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള ഒരു നിലപാടെടുക്കുന്നവരില്ല. ഒന്നെങ്കിൽ നമ്മുടെ ബോച്ചയുടെ നെഞ്ചത്ത് അല്ലെങ്കിൽ ഹണി റോസിന്റെ പുറത്ത് എന്ന് പറയുന്നതാണ് നമ്മുടെ നാട്ടിലെ സ്റ്റാൻഡ്. അതായത് എന്നോട് ചില ആൾക്കാർ വിളിച്ചു പറഞ്ഞു, സത്യസന്ധത തുറന്നു പറയാമല്ലോ, ഷഫാഖ് നാസ് എന്നൊരു പെൺകുട്ടിയുണ്ട്. അവരാണ് ഈ മഹാഭാരതം സീരിയലിൽ കുന്തിയായിട്ട് ഒറിജിനലി അഭിനയിച്ചത്. സ്റ്റാർ പ്ലസിലാണ് വന്നത്. ബോച്ചെ ഷഫാഖ് നാസിനെ കുറിച്ച് പറഞ്ഞതാണെന്ന് നമുക്ക് പറഞ്ഞ് ന്യായീകരിച്ചുകൂടെ? കാര്യം അങ്ങനെയാണ് പുള്ളി പറഞ്ഞു വന്നത്. ഈ കുന്തിയെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. ഞാൻ പറഞ്ഞു, ആരെ പറ്റിക്കാനാണ് ഇത് പറയുന്നത്? എല്ലാവർക്കും അറിയാം പുള്ളി ഉദ്ദേശം എന്താ. പുള്ളി അവിടെ കൂടി നിൽക്കുന്നവരെ ഒന്ന് കൈയിടിപ്പിക്കാനും രസിപ്പിക്കാനും ചിരിപ്പിക്കാനും വേണ്ടി പറഞ്ഞാൽ ശരിയായില്ല. പക്ഷെ ഇതാണ് ഉദ്ദേശം. എനിക്ക് വേണമെങ്കിൽ ന്യായീകരണ തൊഴിലാളിയായി ന്യായീകരണ ക്യാപ്സ്യൂളുമായി, അയ്യോ അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചോ, ഷഫാഖ് നാസിനെ കണ്ടപ്പം സുന്ദരിയായ ഷഫാഖ് നാസിനെയും സുന്ദരിയായ ഹണി റോസിനെയും ബോച്ചെ ചിന്തിച്ചാണെന്ന് പറയാം. ബോച്ചയ്ക്കും അറിയാം അത് കള്ളമാണെന്ന്, എനിക്കും അറിയാം കള്ളമാണെന്ന്, കേട്ടോണ്ടിരിക്കുന്നവർക്കും അറിയാം കള്ളമാണെന്ന്. അപ്പൊ അങ്ങനെയല്ല, സത്യസന്ധമായി അതൊരു തെറ്റുപറ്റി, അതിനെ അംഗീകരിക്കുന്നു. ബോച്ചയുടെ നല്ല സമീപനം അതാണ്. അതെ, അത് തെറ്റുപറ്റി അംഗീകരിക്കുന്നു. ഇതിന്റെ ഈ എക്സ്ട്രീമിലേക്കാണ് പോകുന്നത്. നേരെ തിരിച്ച് നമ്മുടെ തന്നെ കുറെ സുഹൃത്തുക്കൾ നമുക്ക് ബോച്ചയ്ക്ക് മറ്റേ മാലയിടാം, മറ്റേ പടക്കം പൊട്ടിക്കാം, മറ്റേ മാല സ്വീകരിക്കാം. ഞാൻ അവരോട് പറഞ്ഞു, ഈ ബോച്ചെ സ്വാതന്ത്ര്യ സമരത്തിനൊന്നും പോയിട്ട് വന്നല്ലോ, അതായത് സ്വാതന്ത്ര്യ സമരത്തിന് മഹാത്മാഗാന്ധിയോടൊപ്പം പോയിട്ട് വന്നൊന്നുമല്ലോ. അദ്ദേഹത്തിന് ഒരു തെറ്റുപറ്റി. പക്ഷെ അദ്ദേഹം 25 വർഷമായിട്ട് ചെയ്ത നല്ല കാര്യങ്ങളെ എല്ലാം ആ ഒരു നാക്കുപിഴ കൊണ്ടങ്ങ് മറക്കണം എന്ന് പറയുന്നത് ശരിയല്ല. പുള്ളിയുടെ ആ ഓട്ടത്തിൽ ഏകദേശം 14 ലക്ഷം ആൾക്കാരാണ് രക്തദാനത്തിലേക്ക് വന്നത്. ഒരു പക്ഷേ ലോകത്തെ 193 രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ രക്തദാനത്തിന് ആൾക്കാരെ പ്രേരിപ്പിച്ച ഒരാൾ നമ്മുടെ നാട്ടിലുള്ള ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചയാണ്. 1000കണക്കിന് ആൾക്കാർ പുള്ളി ജോലി കൊടുത്തു, 100കണക്കിന് ആൾക്കാർ വീട് വെച്ച് കൊടുത്തു. ഇത് കൊണ്ട് പുള്ളിയുടെ തെറ്റിനെ ന്യായീകരിക്കണ്ട. അതേപോലെ പുള്ളിയുടെ തെറ്റുകൊണ്ട് ഈ ചെയ്ത നല്ല കാര്യങ്ങളെല്ലാം നമ്മൾ മറച്ചും പിടിക്കണ്ട. പക്ഷെ അദ്ദേഹം ചെയ്ത ആ നല്ല കാര്യങ്ങൾക്ക് പിന്നിൽ വേറെ കുറെ കള്ളത്തരങ്ങൾ ഉണ്ടെന്നും വ്യാഖ്യാനിക്കുന്നുണ്ട്. അതിന്റെ പ്രശ്നം ഈ അവസരത്തിൽ കറക്റ്റ് പോയിന്റ് ആണ്. കാര്യം എന്താ അറിയോ, ഈ അവസരത്തിൽ പുള്ളി മുമ്പ് ചെയ്ത നല്ല കാര്യങ്ങൾ മുഴുവൻ തെറ്റാന്ന് ആൾക്കാർ പറഞ്ഞു വരുത്തി തുടങ്ങി. അതെന്ത് ന്യായമാണ്? ഇതിന്റെ ഒരു വരി കൂടെ പറഞ്ഞു. ഇതിന്റെ മറുവശം എന്താ അറിയോ, ഹണി റോസ് ഇന്നേ വരെ ചെയ്ത നല്ല കാര്യങ്ങളും നല്ല അഭിനയങ്ങളും എല്ലാം മോശമാണെന്നും, അല്ലെങ്കിൽ ഹണി റോസിന്റെ സിനിമ നിർത്തലാക്കണം. ഹണി റോസിന് മറ്റേ റേച്ചൽ എന്നൊരു സിനിമ വരാനിരുന്നു, ജനുവരി 10-നായിരുന്നു എന്റെ റിലീസ്. എന്തോ കാര്യം കൊണ്ട്, ടെക്നിക്കൽ കാര്യം കൊണ്ട് മാറ്റി വെച്ചു. ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു, ഭയങ്കര വിജയമായി പോയി നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞു, എന്ത് പറ്റി? ഹണി റോസിന്റെ റേച്ചൽ സിനിമ മാറ്റി വെച്ചു. ഞാൻ പറഞ്ഞു, എനിക്കെന്ത് വിജയം? ഹണി റോസിന്റെ റേച്ചൽ സിനിമ ഇറങ്ങി അതും രണ്ടാമത്തെ ദിവസം പോയി കാണും. വ്യക്തിവിരോധമല്ല. യേശു ക്രിസ്തു കൃത്യമായി ബൈബിളിൽ പറയുന്ന ഒരു നിലപാടുണ്ട്. അതാണ് ഗാന്ധിജിയുടെ ഒക്കെ ലൈഫിൽ. ഹെയ്റ്റ് ദ സിൻ അല്ലെങ്കിൽ ഒപ്പോസ് ദ പൊസിഷൻ, നോട്ട് ദ പേഴ്സൺ. വ്യക്തിവിരോധമല്ല. ഞാൻ ഇന്നേ വരെ ലൈഫിൽ ഹണി റോസിനെ കണ്ടിട്ടില്ല, പരിചയപ്പെട്ടിട്ടില്ല, ഒരു പക്ഷേ ഇനിയും ചെയ്യത്തുമില്ല. ഹണി റോസ് എന്ന വ്യക്തിയോട് എനിക്കൊരു വിരോധം ഉണ്ടാകേണ്ട ആവശ്യമില്ല. ഹണി റോസ് എടുക്കുന്ന ഒരു സമീപനം എനിക്കൊരു വിരുദ്ധ അഭിപ്രായമുണ്ട്. നേരെ തിരിച്ച് ഹണി റോസിനെ കുറിച്ച് നല്ല കാര്യങ്ങളാണ് കേട്ടിരിക്കുന്നത്. നമ്മുടെ നാഷ് ഉണ്ടല്ലോ, നാഷ് ഖാൻ. നമ്മൾ കിരൺ ടി വിയിൽ ഞാൻ നാഷും ഒക്കെ ഒരുമിച്ചായിരുന്നു. നാഷ് ആണ് ബോയ് ഫ്രണ്ട് സിനിമയിലെ വില്ലൻ. അപ്പോൾ നാഷ് അന്ന് തൊട്ടേ കേട്ടിട്ടുള്ളത് ഹണി റോസിനെ കുറിച്ചുള്ള നല്ല കാര്യങ്ങളാണ്. നാഷ് ഹണി റോസിന്റെ മാതാപിതാക്കളെ ഒക്കെ അറിയാം, നല്ല കാര്യങ്ങളാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ ഒരു റെസ്പെക്ട്ഫുൾ വിമർശനം ഹണി റോസിനെ പറയാൻ പാടില്ല എന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾ പറയുന്നത് അവരൊരു
എന്താ പറയണേ, ഹണി റോസിനോട് പെറ്റമ്മ നയവും രാഹുൽ ഈശ്വറിനോട് ചിറ്റമ്മ നയവും കട്ടുന്നത് പോലെയാണ്. അപ്പോൾ ഈ വിമർശിക്കുന്ന നമ്മളും കൂടെ നോക്കണം, ഹണി റോസിനെ ഏറ്റവും നല്ല രീതിയിൽ വിമർശിച്ചാലേ ഹണി റോസിനെ വിമർശിക്കാൻ ഒരു റൈറ്റ് നമുക്കുണ്ടാവും. അതായത് ഹണി റോസിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയോ മോശം വാക്ക് ഉപയോഗിക്കുകയോ ഏതെങ്കിലും ശരീരഭാഗങ്ങളെ പരാമർശിക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ റൈറ്റ് ഇല്ല. വി ഡോണ്ട് ഹാവ് ദി മോറൽ റൈറ്റ്. ഈ ബാലൻസ് പലപ്പോഴും നമ്മുടെ നാട്ടുകാർക്ക് ഇല്ല എന്നുള്ളതാണ്. ഇത് എല്ലാ രംഗത്തും ഒരു കൗതുകമുള്ള കാര്യം കൂടെ പറയാം. നമ്മുടെ ഡോക്ടർ അരുൺ കുമാർ ഉണ്ടല്ലോ, റിപ്പോർട്ടുണ്ട്, പുള്ളിക്കെതിരെ ഒരു വ്യാജ പോക്സോ കേസ് വന്നു. ഈ അരുണിനോട് ഞാനും തർക്കിച്ച് ഞാനും അരുണും കൂടി ഈ ഹണി റോസിന്റെ വിഷയത്തിൽ അടിയായിരുന്ന വൈകിട്ടാണ് ഈ വിഷയം വന്നത്. എന്നെ വളരെ പ്രമുഖനായ നമുക്കെല്ലാം അറിയാവുന്ന ഒരു മുതിർന്ന രംഗത്തെ ഒരാൾ വിളിച്ചു പറഞ്ഞു, നന്നായി അവനൊരു കേസ് വന്നു, രാഹുൽ ഇതിനെതിരെ ആഞ്ഞടിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന്. ഞാൻ മനസ്സിലായി, എനിക്ക് എല്ലാവർക്കും അറിയാം ഒരു വ്യാജ കേസാണ്, എനിക്ക് അയാളോട് എന്താ വ്യക്തിവിരോധം? ഒരു ആശയത്തെയല്ലേ നമ്മൾ മുമ്പോട്ട് പോകുന്നത്, നിലപാട്, ആശയം, പൊസിഷൻ. അപ്പം നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ പ്രശ്നം എല്ലാ ദിവസവും ആരെയെങ്കിലും ഏറി കയറ്റാനാണ് നമ്മൾ എണീക്കുന്നത്. ഇന്ന് ആരെ ഏറി കയറ്റാം, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകരുത്. റെസ്പെക്ട്ഫുൾ ഡിസഗ്രിമെന്റ് നമ്മുടെ ജനാധിപത്യത്തിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, അത് റെസ്പെക്ട്ഫുൾ ഡിസഗ്രിമെന്റ് ആണ്. ഈ 140 കോടി ജനസംഖ്യയുടെ ജനാധിപത്യത്തെ 2 വാക്കുകളിലേക്ക് ചുരുക്കിയാൽ അത് റെസ്പെക്ട്ഫുൾ ഡിസഗ്രിമെന്റ്, ബഹുമാന പുരസ്സരമുള്ള വിയോജിപ്പാണ്. ആ ബഹുമാന പുരസ്സരമുള്ള വിയോജിപ്പ് ഹണി റോസിനോട് തുടരും. അത് 1 ഇഞ്ച് പോലും കുറയില്ല, റിഗ്രറ്റ് ഇല്ല, കൂടുതൽ ശക്തമായി പോകത്തേ ഉള്ളൂ. ഹണി റോസ് ബോബി ചെമ്മണ്ണൂർ വിഷയത്തിൽ ഏറ്റവും അധികം വിമർശനങ്ങൾ നേടിയതും പിന്നാലെ കേസുകളെത്തിയതുമൊക്കെ രാഹുൽ ഈശ്വറിനെ ചുറ്റിപ്പറ്റി തന്നെയാണ്. ഹണി റോസിനെതിരെ ഒരു വലിയ വിമർശനമാണ് രാഹുൽ ഈശ്വർ ഉയർത്തിയത്. എന്നാൽ അതൊക്കെ കാര്യം തന്നെയാണ് എന്നാണ് കാണുന്ന പ്രേക്ഷകരും പറയുന്നത്. ഹണി റോസ് ഉദ്ഘാടനത്തിനും മറ്റുമൊക്കെ എത്തുന്ന ഒരു ഡ്രസ് കോഡ് അത്ര നല്ലതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം നമ്മളിപ്പോൾ ഒരു ക്ലബിൽ പോകുന്ന പോലെ അല്ല അമ്പലത്തിൽ പോകുന്നത്, അല്ലെ? അമ്പലത്തിൽ പോകുന്ന പോലെ അല്ല ഒരു കല്യാണത്തിന് പോകുന്നതും. എല്ലാത്തിനും അതിൻ്റെതായ ഒരു ഡ്രസ് കോഡ് ഉണ്ട്. അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നതും. എന്നാൽ മലയാളി ഹൗസിനെ പറ്റിയുള്ള ഒരു ചോദ്യം വന്നപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, തനിക്ക് മലയാളി ഹൗസിൽ പോയി താൻ ഒരു ലിമിറ്റ് ക്രോസ് ചെയ്തതുപോലെ തനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ അതിൽ താൻ വിമർശനങ്ങൾക്ക് അർഹനുമാണ്. എന്നാൽ മലയാളി ഹൗസിൽ പോയതിൽ ഒരു റിഗ്രറ്റും തനിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ വാക്കുകൾ 100% തെറ്റാണ്. അതായത് കുന്തി ദേവി എന്ന പരാമർശം വേണമെങ്കിൽ തനിക്ക് ബോച്ചയെ ന്യായീകരിക്കാം. ഷഫാഖ് നാസ് എന്ന നടിയാണ് സ്റ്റാർ പ്ലസിലെ മഹാഭാരതത്തിൽ കുന്തി ദേവിയെ അഭിനയിച്ചത്. ആ നടിയാണ് ഹണി റോസുമായി താരതമ്യം ചെയ്ത് പറഞ്ഞത് തനിക്ക് ന്യായീകരിക്കാം. എന്നാൽ നമുക്കെല്ലാം അറിയാം അങ്ങനെയല്ല എന്നും രാഹുൽ ഈശ്വർ പറയുന്നു. മഹത്തരമായ നിരവധി സേവനങ്ങൾ ചെയ്ത വ്യക്തിയാണ് ബോബി ചെമ്മണ്ണൂർ. അദ്ദേഹത്തെ കേരളത്തിന്റെ ഇലോൺ മസ്ക് എന്നാണ് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നത്. ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ നന്മയിലൂടെ സ്പർശിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. സ്കൂൾ, ആരോഗ്യം, അങ്ങനെ എല്ലാ രംഗത്തും നിറഞ്ഞു നിന്നു. അദ്ദേഹത്തിന് വലിയ ഫാൻസ് അസോസിയേഷനും ഉണ്ട്. ബോച്ചയുടെ നന്മകളെ കൊണ്ട് അദ്ദേഹം ചെയ്ത ഒരു തെറ്റിനെയും നാം ന്യായീകരിക്കരുത്. അതുപോലെ ഒരു നാക്കുപിഴ കാരണം അദ്ദേഹത്തിന്റെ 30 വർഷത്തെ സേവനങ്ങളെയും നാം മറക്കരുത്. ഈ വിഷയത്തിന് ശേഷം ബോച്ചയുടെ ആരാധകരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായി എന്നും രാഹുൽ ഈശ്വർ പറയുന്നുണ്ട്.